ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൂ ബോക്സ് അനിമിയുടെ 13ാമത്തെ എപ്പിസോഡാണ്. നീ ഓക്കെ തന്നെയല്ലേ? ഞാൻ ഓക്കെ തന്നെയാണ്. നീ അടുത്ത ആഴ്ചയിലേ വരുള്ളൂ. അത് ഞങ്ങൾ ജയിച്ചാലാണ് അത്രയും ദിവസം നീണ്ടു നിൽക്കുക. നീ നന്നായിട്ട് തന്നെ കളിക്ക്, പക്ഷെ നിനക്ക് പരിക്കൊന്നും പറ്റാണ്ട് നോക്കണേന്ന് ടൈക്കിന്റെ അമ്മ ചിനാറ്റ്സുവിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നാ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ചിനാറ്റ്സും പോവുകയാണ് അവിടുന്ന്. ഇന്നായിരിക്കും ചിനാറ്റ്സുവിന്റെ നാഷണൽസ്. അങ്ങനെ ചിനാറ്റ്സു നടന്നു പോകുന്നതിന്റെ ഇടയില് പെട്ടെന്ന് ടൈക്കിയും അവളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ അവൾ ഓർക്കുവാണ്. പെട്ടെന്ന് ടൈക്കി അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. ചിനാറ്റ്സു വാളറ്റ് വീട്ടിൽ വെച്ച് മറന്നിട്ടുണ്ടാവും. അങ്ങനെ വാളറ്റ് കൊടുത്തിട്ട് ടൈക്കിക്ക് ചിനാറ്റ്സുവിന്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടാവും. പക്ഷെ എങ്ങനെ തുടങ്ങുന്നോ എന്ത് സംസാരിക്കണമെന്നോ അറിയാണ്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കും. പെട്ടെന്ന് ടൈക്കി ചിനാറ്റ്സുവിന്റെ കാലിലേക്ക് നോക്കുവാണ്. അവളുടെ വിഷ് ബ്രേസ്ലെറ്റ് ഇന്നും പൊട്ടിയിട്ടുണ്ടാവില്ല. നോക്ക് ചിനാറ്റ്സു, നിന്റെ വിഷ് ബ്രേസ്ലെറ്റ് ഇന്നും പൊട്ടിയിട്ടില്ല. ഇത് വളരെ അത്ഭുതമായിട്ടുണ്ടല്ലേ. ഞാൻ ഈ വിഷ് ബ്രേസ്ലെറ്റ് കാലിൽ കെട്ടുമ്പോ ഈ വർഷം നാഷണൽസിൽ പോണെന്നായിരുന്നു. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു വിഷും കൂടെ ആഡ് ചെയ്യാം. എന്ത് ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാൻ പോകുന്നോ? നമുക്കൊരു കൈ നോക്കാം, നമ്മളെ കൊണ്ട് അത് സാധിക്കുന്നാ തോന്നുന്നേ. എന്നിട്ട് ടൈക്ക് കൈകൂപ്പി ഇങ്ങനെ പറയുവാണ്, എന്റെ ആഗ്രഹം ചിനാറ്റ്സുന് പരിക്കുകളൊന്നും പറ്റരുത്. അവളുടെ എല്ലാ ഹാർഡ് വർക്കിന്റെ ഫലമായിട്ട് ഈ ഗെയിമിൽ അവള് ടോപ്പ് ആയിട്ട് വരണം. ഇതാണ് എന്റെ പുതിയ വിഷ്. ഈ ആഗ്രഹം ആയിരിക്കില്ലേ എല്ലാവരുടെ ആഗ്രഹം? നീ നാഷണൽസിൽ സെലക്ട് ആവണമെന്ന് പറഞ്ഞിട്ടല്ലേ ഈ വിഷ് ബ്രേസ്ലെറ്റ് കെട്ടിയത്? ഇന്നും അത് പൊട്ടിയിട്ടില്ലല്ലോ, അപ്പൊ ഇതൊന്നും വലിയ മാറ്റർ ആവില്ല. എന്നിട്ട് ടൈക്ക് രണ്ട് കൈ നീട്ടിയിട്ട് ഞാൻ പോസിറ്റീവ് എനർജി നിന്റെ സെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. എനിക്ക് ശരിക്കും ഒന്നും ഫീൽ ആവുന്നില്ല. വാ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചിനാറ്റ്സു അവന് ഹൈഫൈ കൊടുക്കാൻ വേണ്ടി വരുവാണ്. നിന്നെ കൊണ്ട് എന്തായാലും പറ്റും എന്ന് പറഞ്ഞ് ടൈക്ക് അവളുടെ കയ്യിലോട്ട് അടിക്കുവാണ്. ഇനി എന്തെങ്കിലും നിനക്ക് എന്റെ അടുത്തുനിന്ന് വേണോന്ന് പറഞ്ഞ് ടൈക്ക് ചോദിക്കുമ്പോ ചിനാറ്റ്സു, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാണ്ടായിരുന്നു. നീ ചെറിയൊരു പൂവാലനാണ് ടൈക്കിന്ന് ചിനാറ്റ്സു പറയുന്നത് കേട്ടിട്ട് ടൈക്ക് ഞെട്ടുവാണ്. ഞാൻ പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ചിനാറ്റ്സു അവിടുന്ന് പോവുകയാണ്. ടൈക്ക് അവിടെ നിന്നിട്ട് ഇവളെന്തിനാ എന്റെ അടുത്ത് ഇത്രയും റൂഡായിട്ട് സംസാരിക്കുന്നതെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുവാണ്. അങ്ങനെ ടൈക്കി പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുവാണ്. ഹൈഫൈ ചെയ്യുന്നത് അത്ര വലിയ ഫ്ലേർട്ട് ആണോ? എനിക്ക് തോന്നുന്നത് അവള് പറഞ്ഞത് നിങ്ങൾ ഇന്ന് സംസാരിച്ചതിനെ പറ്റി ആവില്ല. അവളുടെ ബാസ്കറ്റ്ബോൾ ടീമിലുള്ള ഒരു പെങ്കൊച്ചിന് നീയും ഹിനയും കൂടെ ഫയർ വർക്ക് ഫെസ്റ്റിവലിന് പോയത് അറിഞ്ഞൂന്നാ തോന്നുന്നേ. അതുകൊണ്ട് എന്തായാലും ഇത് ചിനാറ്റ്സു അറിഞ്ഞിട്ടുണ്ടാവും. എന്തെന്ന് പറഞ്ഞ് ടൈക്കി ഞെട്ടുവാണ്. അതെ, അവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഫയർ വർക്ക്സ് ഫെസ്റ്റിവലിന് പോയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ചിനാറ്റ്സു അറിഞ്ഞിട്ടുണ്ടാവും. ടൈക്കിക്ക് ആകെ കൂടെ ടെൻഷൻ ആവുകയാണ്. ടൈക്കി ഇങ്ങനെ ആലോചിക്കുവാണ്, അവന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പാണ് അവൻ ഫയർ വർക്ക്സ് ഫെസ്റ്റിവലിന് പോണേന്ന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അയ്യോ, അപ്പൊ ഞാൻ ചിനാറ്റ്സുന്റെ അടുത്ത് നുണ പറഞ്ഞു എന്ന് അവള് കരുതിയിട്ടുണ്ടാവില്ലേ? അങ്ങനെ ടൈക്കി തലയിൽ കൈയും വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അവിടെ നിൽക്കുവാണ്. എന്തായാലും ഇത് പ്രാക്ടീസ് ടൈം ആണ്, വാ നമുക്ക് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനെ തന്നെ സമാധാനപ്പെടുത്തി പ്രാക്ടീസിന് വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. നിനക്ക് ചെറിയ പേടി പോലും ഇല്ലേ? ഇനി അവളെങ്ങാനും നിങ്ങൾ രണ്ടുപേരും ഡേറ്റിംഗിലാണെന്ന് കരുതിയാലോ? ശരിയാണ്, പക്ഷെ എനിക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവള് വന്നാ ഞാൻ എന്തായാലും അവളോട് ക്ഷമ ചോദിക്കും, അവളോട് നുണ പറഞ്ഞതിന്. അങ്ങനെ അവര് സംസാരിച്ച് നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഹിന വന്ന് ടൈക്കിനെ ഒന്ന് ഇടിച്ചിട്ട് പോവുകയാണ്. അവള് മൊത്തം പ്രാക്ടീസ് മോഡിലായിരിക്കും ഉള്ളത്. അവള് ഫുള്ള് പ്രാക്ടീസിൽ ഇറങ്ങിയെന്നാ തോന്നുന്നേ. പിന്നെ ഇത് നാഷണൽസ് അല്ലേ, ഇവിടെ വേറൊരാളും ഇതേപോലെ പ്രാക്ടീസിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹാരിയുടെ കാണിക്കുവാണ്. ഹാരി ഫുള്ള് ഫയർ മോഡിലായിരിക്കും. പ്രാക്ടീസിന് വരുന്ന എല്ലാവരെയും അടിച്ചു തെറിപ്പിക്കുവാണ് ഹാരി അവിടെ നിന്ന്. അങ്ങനെ ഹാരിയുടെ ഫയർ മോഡ് കണ്ടിട്ട് എല്ലാരും അപ്സെറ്റ് ആയി അവിടെ നിൽക്കുവാണ്. പെട്ടെന്ന് ഹാരിയു ഇനി ആരെ എന്റെ ഒപ്പം പ്രാക്ടീസിന് എന്ന് പറയുമ്പോഴത്തേനും എല്ലാവരും അവിടെ പേടിച്ച് നിൽക്കുവാണ്. ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ടൈക്കി അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങനെ ബാഡ്മിന്റൺ നാഷണൽസ് നടക്കുന്ന സ്ഥലത്തേക്ക് ടൈക്കി വന്നേക്കുവാണ്. അങ്ങനെ അവിടെ ജപ്പാനിലുള്ള എല്ലാ സ്കൂളിലുള്ള ബാഡ്മിന്റൺ മെമ്പേഴ്സും വന്നിട്ടുണ്ടാവും. ടൈക്കി പെട്ടെന്ന് നോക്കുമ്പോഴത്തേനും യൂസേന അവിടെ കാണുവാണ്. ടൈക്കിയുടെ മനസ്സിലേക്ക് യോട പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. എന്നിട്ട് അവൻ കൈ ഇങ്ങനെ മുറുക്കി പിടിക്കും. പെട്ടെന്ന് ടൈക്കി എന്നൊരു വിളി വരുവാണ്. അപ്പൊ അവിടെ കെറിൻ വന്നിട്ടുണ്ടാവും. ഹാരിയുനെ ചെറുപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കുമായിരിക്കും. കെറിൻ ചിനാറ്റ്സുന്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചോണ്ട് നിൽക്കുമായിരിക്കും. അപ്പൊ ടൈക്കിനെ കാണുമ്പോ, ഇന്നാ ടൈക്കി നീ സംസാരിക്ക്, ചിനാറ്റ്സു ആണ് ലൈനിൽ എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. പെട്ടെന്ന് ക്യോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്, ചിനാറ്റ്സുന്റെ അടുത്ത് നുണ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്നാലും അവൻ ഫോൺ എടുത്ത് ഞാൻ ടൈക്കിയാണെന്ന് പറയുമ്പോഴത്തേനും അവിടെ ഫോൺ കട്ടായിട്ടുണ്ടാവും. എന്നോട് ക്ഷമിക്ക്, അവള് നേരത്തെ തന്നെ ഫോൺ കട്ടാക്കിന്നാ തോന്നുന്നേ. എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടാവും, പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്നാണ് ടൈക്കിക്ക് കാര്യം മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം എനിക്ക് ചിനാറ്റ്സുനെ ഇഷ്ടമാണെന്ന്? നീ കുറച്ചു നേരം മുമ്പ് റിയാക്ട് ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. നിനക്ക് എപ്പ തൊട്ടാ അവളോട് ഇഷ്ടം തുടങ്ങിയത്? അവള് നിന്റെ വീട്ടില് വന്നപ്പോ മുതലോ അതോ അതിനു മുമ്പേ ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന കാര്യം അറിയാവോ? ചിനാറ്റ്സു എന്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് വളരെ ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ ഒപ്പം ഒരു വീട്ടിൽ താമസിക്കുക എന്നൊക്കെ പറയുന്നത് ശരിയാണ്, പക്ഷെ അത്ര കഷ്ടപ്പാടില്ല എന്ന് ടൈക്കി പറഞ്ഞിട്ട് ടൈക്കി ഇങ്ങനെ
മനസ്സിൽ കരുതുവാണ്. എനിക്ക് മനസ്സിലായി അവൾക്ക് കാര്യങ്ങളൊന്നും അവളുടെ സ്കൂളിലുള്ള ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കെറിന്റെ അടുത്ത് അവള് പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ, അവൾ എങ്ങനെയുണ്ട് വീട്ടില്? അവൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഞങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യും. അവളുടെ തിങ്സ് ഒക്കെ അവള് തന്നെ ക്ലീൻ ചെയ്ത് വെക്കും. എനിക്ക് ചിനാറ്റ്സുവിന്റെ ഒപ്പം ചെലവഴിക്കുന്ന സമയങ്ങളൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് പോവാറ്. ഇവൻ പറയുന്ന കേട്ടിട്ട് എന്തോ പോലെ തോന്നുന്നുണ്ട്. അവക്ക് എന്തായാലും ഇവന്റെ ഒപ്പം താമസിക്കുന്നത് ഓക്കെ തന്നെ ആയിരിക്കുമോ? ഞാൻ നിന്നെ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ഹാരി പറയുവാണ്. ഞാൻ നിന്നിൽ നിന്ന് ഒരു താങ്ക്സ് പ്രതീക്ഷിച്ചിരുന്നു. നീ വളരെ ബിസി ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ശരിയാണ്, ഞാൻ അതിൽ കുറച്ച് സമയം കണ്ടെത്തി. അങ്ങനെ കെറിൻ ഹാരിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അവിടെയുള്ള പ്ലേയേഴ്സ് ഒക്കെ കെറിനെ കണ്ടിട്ട് ഇവളെക്കാളും നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. നീ എന്തായാലും ഈ മാച്ചിന് ജയിക്കണം എന്നൊക്കെ കെറിൻ പറഞ്ഞ് ഹാരിയുടെ മാച്ച് കാണാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് കെറിന് ഓഫീസിൽ നിന്ന് മെസ്സേജ് വരും. അതിന് റിപ്ലൈ അയക്കുവാണ്. അപ്പൊ ടൈക്ക് അത് കണ്ടിട്ട്, ഹാരിയും നിങ്ങളും വളരെ അമേസിംഗ് ആയ കപ്പിളാണ്. നിങ്ങളുടെ ജീവിതം വളരെ നന്നായി തന്നെ ബാലൻസ് ചെയ്യുന്നുണ്ട്. എന്താ നീ അങ്ങനെ ചോദിക്കാൻ കാരണം? നിനക്ക് പ്രാക്ടീസും ചീന്റെ അടുത്ത് ഡേറ്റിംഗ് ചെയ്യുന്നതും ബാലൻസ് ചെയ്യാൻ ചാലഞ്ചിങ് ആയി തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ കാര്യം ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. ഞങ്ങൾക്കും ആദ്യമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചാലഞ്ചിങ് ആയിട്ട് തോന്നി. ഞങ്ങൾ വളരെ അമേസിംഗ് ആയിട്ടുള്ള കപ്പിളൊന്നും ആയിരുന്നില്ല. എനിക്ക് ഹാരിയുനെ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ തൊട്ട് എനിക്ക് അവനെ അറിയാം. പിന്നെ ഞാൻ ജൂനിയർ ഹൈയിൽ പോയപ്പോഴത്തേനും എനിക്ക് അവനോട് ഫീലിങ്സ് തോന്നി. പക്ഷെ ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഹാരിയും ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഞങ്ങൾ എപ്പോഴും ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ എന്നോട് ചോദിക്കുമായിരുന്നു, ഞങ്ങൾ തമ്മിൽ എന്താണുള്ളത്? അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചേഞ്ച് ആയി. ഒരു ദിവസം ഞാൻ ഒരു വലിയ പൊട്ടിയാണെന്ന് എന്നെ തന്നെ തോന്നിച്ച ഒരു ദിവസം. എന്റെ ഓഫീസിൽ അന്ന് എനിക്ക് ബാഡ് ഡേ ആയിരുന്നു. അന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഹാരിയോട് ഫോണിൽ സംസാരിച്ചിരുന്നു. അങ്ങനെ ആ ഫോൺ വെച്ച് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൻ എനിക്ക് മെസ്സേജ് അയച്ചു, താഴത്തേക്കൊന്ന് വരാമോ? ഹാരിയോ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാനൊന്ന് ഓടാന്ന് കരുതി. അങ്ങനെ എനിക്കിത് നിനക്ക് തരണമെന്ന് തോന്നി. എന്താണിത്? ഇതെന്റെ ഡയറിയാണ്. എന്റെ 2ാം ക്ലാസ് മുതലുള്ള കാര്യങ്ങള് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞാനിത് ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ കെറിൻ ആ ഡയറി തുറന്നു നോക്കുവാണ്. നീ ഉറങ്ങുന്നതിന്റെ മുമ്പ് ഇതൊന്ന് വായിക്കേ. ഈ വേൾഡില് നിന്നെ പോലെ ഒരു മണ്ടനുണ്ടെന്ന് അറിയുമ്പോ നിനക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. എനിക്ക് നിന്നെ നന്നായി അറിയാം. നീ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് നീ രാത്രി ഉറങ്ങാതിരിക്കും. ഇത് നിനക്ക് സഹായമാകും. നമുക്കിനി രാവിലെ സംസാരിക്കാം. നീ ഒരു കള്ളനാണ്. അതെനിക്കറിയാം. ഇതില് ഈ പാർട്ട് വളരെ നല്ലതാണെന്ന് പറയുമ്പോഴത്തേനും കെറിൻ ഹാരിയുനെ ഹഗ് ചെയ്യുവാണ്. ഹാരിയുന് പെട്ടെന്ന് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഹാരിയു ആകെ ഫ്രീസ് ആയതുപോലെ നിൽക്കുവാണ്. എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യുമ്പോ എനിക്ക് നിന്നെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഞാൻ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് ഞാൻ അവനോട് പറഞ്ഞു. എന്റെ ഫീലിങ്സ് എന്നെ കൊണ്ട് ഇഗ്നോർ ചെയ്യാൻ പറ്റിയില്ല. ഇതൊക്കെ കേട്ടിട്ട് ടൈക്കിക്ക് അവിടെ ശ്വാസം എടുക്കാൻ പറ്റാണ്ടിരിക്കുവാണ്. അവള് പറഞ്ഞത് എന്തായാലും ഒരു ഒളിമ്പിക് ലെവലിലുണ്ടായിരുന്നു. അതിൽ അവള് ഗോൾഡ് മെഡലിസ്റ്റ് ആണ് എന്നിങ്ങനെ മനസ്സിൽ കരുതുവാണ് ടൈക്കി. അങ്ങനെ ഞാൻ ആ കാര്യം ഹാരിയുടെ അടുത്ത് പറഞ്ഞപ്പോ ഫസ്റ്റ് ഹാരിയുന് മടിയായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തായാലും അങ്ങനെ തന്നെ പോവാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ വർക്ക് ലൈഫിലോ പ്രാക്ടീസ് ലൈഫിലോ എന്തെങ്കിലും ഇതുമായി എഫക്ട് ചെയ്താൽ ഞങ്ങൾ ബ്രേക്കപ്പ് ചെയ്ത് പോവാന്ന് തീരുമാനിച്ചു. കാരണം ഞങ്ങളുടെ ഫീലിങ്സ് ഞങ്ങളുടെ ലൈഫിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരുപാട് പേരെ ഞങ്ങൾക്ക് അറിയാം. ഇപ്പോഴും ഞങ്ങൾ ആ ട്രയൽ പീരീഡിലാണുള്ളത്. അങ്ങനെ കെറിൻ ഹാരിയുനെ ചീറപ്പ് ചെയ്തോണ്ടിരിക്കുവാണ്. ടൈക്ക് മനസ്സിൽ എന്തായാലും ഇവര് വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എല്ലാ രീതിയിലും. അങ്ങനെ ഹാരിയുടെ ഫസ്റ്റ് മാച്ച് അവിടെ നടക്കുവാണ്. അതിൽ ഹാരിയു വിൻ ചെയ്യുവാണ്. അങ്ങനെ ഹാരിയു ജയിച്ചതിൽ എല്ലാവർക്കും വളരെ സന്തോഷാവുകയാണ്. എനിക്ക് ചിനാൻസു എന്താണ് മനസ്സിൽ കരുതുന്നതെന്ന് ഒരു പിടിയുമില്ല. പക്ഷെ എന്റെ മനസ്സിൽ എന്താണോ ഉള്ളതെന്ന് അവളോട് ഞാൻ പറയണം എന്നിങ്ങനെ ടൈക്ക് മനസ്സിൽ കരുതുവാണ്. ഹാരിയു ഇരിക്കുന്ന സ്ഥലത്തേക്ക് യോഡ വരുവാണ്. നിന്നെ ഇവിടെ കണ്ടതിൽ സന്തോഷം. എന്നിട്ട് ഹാരിയു യോഡോ ടൈക്കിന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുവാണ്. എന്നിട്ട് യോഡോ ഹാരിയുടെ അടുത്ത് ഈ മാച്ചിൽ തന്നെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ചാലഞ്ച് ചെയ്യുവാണ്. അപ്പൊ ഹാരി, ഞാൻ ഇവിടെ വന്നത് തന്നെ നിന്നെ ബീറ്റ് ചെയ്യാനാണ്. അങ്ങനെ അവിടെ ഹാരിയുടെ യോഡോയുടെ മാച്ച് നടന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവര് കളിച്ചോണ്ടിരിക്കുവാണ്. യോഡോ സ്ട്രൈക്ക് അടിക്കുവാണ്. ഇതാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഹാരിയു, നീ ഇത്ര അഗ്രസീവായിട്ടും ഡിഫൻസ് മോഡിലും കളിച്ചു കഴിഞ്ഞാൽ എന്നെ വിൻ ചെയ്യാനൊന്നും പറ്റില്ല, നിനക്ക് പോയിന്റ്സും എടുക്കാൻ പറ്റില്ല എന്നൊക്കെ യോഡോ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഫസ്റ്റ് സെറ്റില് ഹാരിയു തോറ്റത് കാണുമ്പോ കെറിൻ ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് ഹാരിയു കെറിനെ നോക്കുമ്പോ കെറിൻ വളരെ ടെൻഷൻ ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഞാൻ അവളെ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. കെറിനും ഞാനും കണ്ടുമുട്ടിയത് 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ്. എന്റെ അച്ഛനും അമ്മയും സ്റ്റഡീസിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിയാനോ മൺഡേ, സ്വിമ്മിംഗ് വെനസ്ഡേ, ക്രാം സ്കൂൾ സാറ്റർഡേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്
ഒരു ദിവസം എനിക്ക് ബാഡ്മിന്റൺ കളിക്കാൻ അവസരം കിട്ടുന്നേ. അതൊരു തമാശക്ക് പോയതാണ്, പക്ഷെ അതിന്റെ ഉള്ളിലായിപ്പോയി ഞാൻ. അങ്ങനെ പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ വളരെ നന്നായി തന്നെയാണ് പെർഫോം ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ കെറിനെ കണ്ടുമുട്ടി. അങ്ങനെ ഹാരി പഠിക്കുന്ന സ്വിമ്മിംഗ് സ്കൂളിലായിരിക്കും കെറിൻ ജോയിൻ ചെയ്യുന്നുണ്ടാവുക. കെറിനെ കണ്ടപാടെ അവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവുകയാണ്. അങ്ങനെ അവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടായി. പക്ഷെ അവളുടെ സ്വിമ്മിങ് കണ്ടപ്പോ എല്ലാവരും ആ അഭിപ്രായം മാറ്റി. അങ്ങനെ ഹാരിയു കെറിനോട് സംസാരിക്കുവാണ്. നിന്റെ സ്കൂളില് സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ എന്തെങ്കിലും ഉണ്ടോ? നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ഇവിടെ വന്ന് ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും മുമ്പില് നീ മണ്ടിയാവുകയാണ്. എന്നിട്ട് കെറിൻ അവനെ താഴെ വലിച്ച്, എന്നാ ഒരു കാര്യം ചെയ്, നീ എനിക്ക് പറഞ്ഞതാ എല്ലാവരുടെ മുമ്പില് ഞാനൊരു പൊട്ടിയാവുന്നത് നിനക്ക് ബാഡായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നീയും അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ. ഞാൻ ഈ സ്കൂളില് ഇപ്പോഴല്ലേ പഠിക്കാൻ വന്നത്. ഞാനത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്റെ ഡ്രീം എന്താന്ന് അറിയോ? എനിക്ക് ഡോൾഫിന്റെ ഒപ്പം സ്വിം ചെയ്യണമെന്ന്. ആ റീസൺ കൊണ്ടാണോ നീ ഇവിടെ വന്നേക്കുന്നേ? ആ അതെ, അതുമല്ലാണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ വന്നതല്ലേ ഉള്ളൂ. എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന് ഇപ്പൊ തന്നെ വിധി എഴുതുന്നത് അത് നല്ലതല്ലല്ലോ. ഞാൻ ഇപ്പൊ കഷ്ടപ്പെടുന്നുണ്ടാവും സ്വിമ്മിങ് ചെയ്യാൻ. ഞാൻ എന്റെ ഫ്യൂച്ചറിലും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഉറപ്പില്ലല്ലോ എന്ന് കെറിൻ പറയുന്ന കേട്ടിട്ട് ഹാരിയോ അത്ഭുതത്തോടെ കെറിനെ നോക്കുവാണ്. അങ്ങനെ ഈ സ്കൂളിൽ നിന്ന് അവള് പോയപ്പോ അവളെ കൊണ്ട് 50 മീറ്റർ ഫ്രീ സ്റ്റൈൽ ആയിട്ട് സ്വിം ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ അവള് ഞങ്ങളുടെ കോച്ചിനെ വരെ തോൽപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേറെ വേറെ സ്കൂളിലാണ് പഠിച്ചത്. എന്നിരുന്നാലും ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിച്ചു പോയിരുന്നത്. അങ്ങനെ ഞങ്ങള് ഒരുമിച്ച് വെളിയിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നീയല്ലേ പറഞ്ഞ ബാഡ്മിന്റൺ ടൂർണമെന്റിന് നീ വിൻ ചെയ്തൂന്ന്. അതുകൊണ്ട് ഞാൻ കരുതി നിന്റെ ഒപ്പം ഒരു ഡിന്നർ കഴിക്കാന്ന്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു, പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ ബന്ധം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവളുടെ ലൈഫ് എഫക്റ്റ് ആകരുതെന്ന് കരുതി ഞാൻ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഹാരിയു തന്റെ ഡയറി അന്ന് കെറിന് കൊടുത്തപ്പോ കെറിൻ ഹാരിയുനെ ഹഗ് ചെയ്തോണ്ടിരുന്നപ്പോ എനിക്ക് നിന്നെ ഇഷ്ടാണെന്ന് പറയുവാണ്. എന്റെ മനസ്സ് വേദനിച്ചു. ഇവിടെ കെറിൻ ഉണ്ടായിരുന്നു. അവളുടെ ഷാംപൂന്റെ മണം അവളുടെ കണ്ണുകൾ നാണത്തോടുകൂടെ മൂടി. അങ്ങനെ എന്റെ മനസ്സ് ഒരുപാട് വേദനിച്ചു. അതില് എന്റെ ഫീലിങ്സും ഉണ്ടായിരുന്നു. അതുമല്ലാണ്ട് എന്റെ ഫീലിങ്സ് ഞാൻ അവളോട് ആദ്യം പറഞ്ഞില്ല എന്നുള്ള നാണക്കേടും എന്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ യോഡോവും ഹാരിയും കൂടെ നന്നായി തന്നെ കളിച്ചോണ്ടിരിക്കുവാണ്. അവൾ എപ്പോഴും വളരെ കൂളായിട്ടുള്ള ആളാണ്. അവള് സ്വിമ്മിങ് ചെയ്തതുപോലെ അവൾ എപ്പോഴും അവളെ തന്നെ ചാലഞ്ചിങ് ആയിട്ട് എടുക്കും. അങ്ങനെയുള്ള എന്റെ ഗേൾ ഫ്രണ്ടാണ് എന്നെ കണ്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നന്നായി തന്നെ പെർഫോം ചെയ്യണം. എന്റെ കൂൾ സൈഡ് അവള് കാണണം. ഞാൻ എന്തായാലും വിൻ ചെയ്യണം. അങ്ങനെ ഹാരിയു നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തോണ്ടിരിക്കുവാണ്. അവന്റെ പോയിന്റ്സ് കൂടി കൂടി വരുവാണ്. എന്നെ കൊണ്ട് എന്തായാലും ജയിക്കാൻ പറ്റും. എന്തായാലും ഇവിടെ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. എല്ലാവരും എനിക്ക് വേണ്ടി ചേർപ്പ് ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ട് എന്തായാലും കഴിയും എന്ന് പറഞ്ഞ് അവൻ കളിച്ചോണ്ടിരിക്കുമ്പോഴും യോഡോ അവനെതിരായി പോയിന്റ്സ് എടുത്തോണ്ടിരിക്കുവാണ്. അങ്ങനെ ഹാരിയു അവന്റെ മാക്സിമം അവൻ ട്രൈ ചെയ്തോണ്ടിരിക്കുവാണ്. പക്ഷെ അവൻ ആ മാച്ചിൽ തോറ്റു പോവുകയാണ്. അങ്ങനെ യോഡോ ജയിക്കുവാണ്. ആ മാച്ചില് ഹാരി വളരെ ഡൗൺ ആവുകയാണ്. യോഡോയും ഹാരിയും ഹാൻഡ് ഷേക്ക് ചെയ്യുവാണ്. ഈ 2 വർഷം നിനക്കെതിരെ കളിച്ചത് വളരെ രസകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാത്തിനും ഒരുപാട് നന്ദി. അങ്ങനെ സ്കൂളിലുള്ള പ്ലെയേഴ്സും കെറിനും ടൈക്കി അവിടെ നിൽക്കുവാണ്. ഞാൻ പെട്ടെന്നൊരു റണ്ണിന് പോയിട്ട് വരാം. അങ്ങനെ ഹാരിയു ഓടാൻ പോവുകയാണ്. ഒരാൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നത് കാണുമ്പോ നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹം തോന്നുന്നില്ലേ? പെട്ടെന്ന് ടൈക്കി ചിനാറ്റ്സുനെ ഹിനേനെ ഓർക്കുവാണ്. അതെ, ശരിയാണ്. ഞാൻ നിന്റെ കാര്യം കൂടെയാണ് പറഞ്ഞത്. സ്പോർട്സിലും ശരി റൊമാൻസിലും ശരി നീ നിന്റെ ഫീലിങ്സ് ചിനാറ്റ്സുന്റെ അടുത്ത് പറയില്ലേ? പിന്നെ നിങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. എല്ലാ കപ്പിൾസിനും ഇങ്ങനെ നടക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മടിക്കുന്നത്. ഞാൻ അവളോട് പറഞ്ഞ് അവൾ എന്നെ റിജക്റ്റ് ചെയ്താൽ പിന്നെ അവൾക്ക് എന്റെ വീട്ടിൽ നിൽക്കുന്നത് കംഫർട്ടബിൾ ആവോന്ന് എനിക്കറിയില്ല. നിക്ക് ഒരു മിനിറ്റ്. നിനക്ക് ശരിക്കും ചിനാറ്റ്സുന്റെ അടുത്ത് ക്രഷ് ഇല്ലേ? അതേപോലെ നിനക്ക് ചിനാറ്റ്സുന്റെ ഒപ്പം ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കണം എന്ന് ആഗ്രഹമില്ലേ? ആ അതെ അതെന്ന് ടൈക്ക് പറയുവാണ്. അപ്പോൾ അവളോട് രഹസ്യമായി ഫീലിങ്സ് ഉള്ള ഒരാളുടെ ഒപ്പം അവൾ താമസിക്കുന്നത് ഏറ്റവും ഭയാനകമല്ലേ? പെട്ടെന്ന് ടൈക്കിന്റെ തലയിൽ ഇടിമിന്നലേറ്റ് അവൻ കരിഞ്ഞ് അവിടെ വീഴുവാണ്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ശരിയാണ് കെറിൻ പറയുന്നത്. അവള് താമസിക്കുന്ന സ്ഥലത്ത് ഒരാൺകുട്ടി അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ ഭയാനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതൊക്കെ വിട്. നീ ഒരുപാട് ഓവർ തിങ്ക് ഒന്നും ചെയ്യണ്ട. നീ എന്തായാലും കാര്യങ്ങളൊക്കെ ചിനാറ്റ്സുന്റെ അടുത്ത് പറ. അപ്പോഴേ നിനക്ക് ചിനാറ്റ്സു എന്താണോ മനസ്സിൽ കരുതുന്നത് അത് നിനക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ല. നീ നിന്റെ ജീവിതകാലം മുഴുവൻ ഒരു മതിലിന്റെ ഉള്ളിൽ കഴിയാൻ സാധിക്കില്ലല്ലോ. ഇനി അതാണോ നിനക്ക് വേണ്ടത്? ഇല്ല, ഞാനും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നോക്കി തന്നെ പോവാം. എന്നാ ജയിച്ചിട്ട് വാ എന്ന് കെറിൻ പറയുവാണ്. ഹാരിയു റണ്ണിന് പോയി മടങ്ങിയെത്തുവാണ്. കെറിൻ അവിടെ ഉണ്ടാവും. നീ തിരിച്ചു വന്നോ? ആ അതെ. നീ പോവുകയാണോ?
അതെ, ഞാൻ പോവാണ്. എനിക്ക് ട്രെയിന് പിടിക്കണം. എനിക്ക് വേണ്ടി ഇവിടെ വന്നതിന് എന്തായാലും താങ്ക് യു. ഹാരിയു, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത്. നിനക്ക് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞും ഇപ്പൊ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതെ, എനിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ളവരെല്ലാവരും ഓൾമോസ്റ്റ് തേർഡ് ഇയർ കഴിഞ്ഞു, അതുകൊണ്ടാവും. എന്നാ ശരി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് കെറിൻ മുമ്പോട്ട് നടക്കുവാണ്. പെട്ടെന്ന് ഹാരി വന്ന് കെറിന് പിന്നിൽ നിന്ന് കെട്ടിപ്പിടിക്കുവാണ്. കെറിൻ, ഞാൻ അടുത്ത പ്രാവശ്യം ഒരുപാട് മാച്ചിൽ വിൻ ചെയ്യും. അത് കേൾക്കുമ്പോ കെറിന് ഒരുപാട് സന്തോഷാവുകയാണ്. പെട്ടെന്ന് കെറിൻ ഹാരിയുടെ അടുത്തുനിന്ന് മാറിയിട്ട് നിന്നെ വല്ലാണ്ട് നാറുന്നുണ്ട്. എന്നാ ശരി, ഇവിടെ നടക്കുന്ന മാച്ചുകൾ ഒന്നും കൂടെ സ്റ്റഡി ചെയ്യ്. ഓക്കെ, നീ സേഫ് ആയിട്ട് വീട്ടിൽ പോണേ. അങ്ങനെ അവിടുന്ന് കെറിൻ പോവുകയാണ്. കെറിൻ പോകുന്നത് നോക്കി നിൽക്കുവാണ് ഹാരിയു. അങ്ങനെ ഹാരിയു മാച്ച് നടക്കുന്ന സ്ഥലത്തിൽ വന്ന് മാച്ച് എവിടെ നടക്കുന്നതെന്ന് ചോദിച്ച് ടൈക്കും ഹാരിയും നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ടൈക്കിക്ക് ഹാരിയുവിന്റെ മേത്ത് നല്ല പരിമളം വീശുവാണ്. കാരണം കെറിന്റെ സ്മെല്ലായിരിക്കും ഹാരിയുനിപ്പോ. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.